പൂനീറുയിർ ധരിച്ചതാ അത്ഭുത ദർശനം കാട്ടിയോനീ. ഉണങ്ങിയ അസ്ഥികൾ പൂനീറുയിർ ധരിച്ചതാ അത്ഭുത ദർശനം കാട്ടിയോനീ. മന്ദതമയക്കവും മരണാവസ്ഥയും നീക്കി ഞങ്ങളെ ഇന്നു നീ ഉണർത്തേണമേ. മന്ദതമയക്കവും മരണാവസ്ഥയും നീക്കി ഞങ്ങളെ ഇന്നു നീ ഉണർത്തേണമേ. പരിശുദ്ധാത്മാവേ വന്നിങ്ങളെ ഫലമുള്ള താരുകേള വളർത്തേണമേ. പരിശുദ്ധാത്മാവേ വന്നിങ്ങളെ ഫലമുള്ള താരുകേള വളർത്തേണമേ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. വീണ്ടും ദൈവവചനവുമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി തന്നിരിക്കുന്ന വലിയ ഭാഗ്യപദവിക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിച്ചു കൊള്ളട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്നത്തെ വചന കേൾവി ഹല്ലേലൂയ ഞങ്ങളുടെ ഉണങ്ങിയ അസ്ഥികളിന്മേൽ ജീവൻ പകരുന്നതായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ആമേൻ സ്തോത്രം, ഒരു മനുഷ്യൻ്റെ കണ്ണുകൾക്കും കാതുകൾക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. യഹോവയുടെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനെ എടുത്തുകൊണ്ട് ഒരു താഴ്വരയുടെ അടുക്കല കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. ആ താഴ്വര എന്ന് പറയുന്നത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അസ്ഥി താഴ്വര ഒരു പ്രവാചകനെ നിർത്തിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? റേ കബാന ശന്തരാജലധുരകന. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഉത്തരം നമുക്ക് പലർക്കും പറയാനില്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ, നമ്മുടെ ഉത്തരം മുട്ടിപ്പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ. ആമേൻ സ്തോത്രം. പ്രവാചകൻ്റെ ജീവിതത്തിനകത്തും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് നേരിട്ട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. പ്രവാചകൻ സ്വന്തമായിട്ടൊരു ഉത്തരം പറയാനില്ലാത്തത് കൊണ്ട് ഹരബാന ദറഖന ഹസ്തരാജ ലുതുരകന ആമേൻ അവൻ പറയുകയാണ്, ഹല്ലേലൂയ എനിക്കറിയത്തില്ല കർത്താവേ, നിനക്കറിയാം. ഹേ ലബാന ദറഖന ഹസ്തരാജ ലുതുരകന. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ അസ്ഥികൾ ഹർബി അനശ്വര ബന്ധങ്ങൾ വേർപെട്ടതാണ്. ആമേൻ സ്തോത്രം. പല നിറത്തിലും ജാതിയിലും മതത്തിലും ഒക്കെ പെട്ട ആൾക്കാരുടെ ശവശരീരങ്ങൾ കൊണ്ടെറിഞ്ഞതായിട്ടുള്ള അസ്ഥികളാണ്. റേ കബാനശ്വര. അതിനകത്ത് ആമേൻ മൃഗസമ്പത്തുകളുടെയും അസ്ഥികൾ കാണും. ഹേ ലബാനശ്വര ഗർഭസ്ഥല. ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ വലിച്ചെറിയുമ്പോഴേ ചിതറിപ്പോയി കിടക്കുന്നതായിട്ടുള്ള അസ്ഥികളാണ്. ഹല്ലേലൂയ. കാലാകാലങ്ങളിലായിട്ട് മനുഷ്യരെ അല്ലെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ ചത്തുപോയതിനെയൊക്കെ കൊണ്ടുവന്ന് ഇടുന്നതായിട്ടുള്ള ഈ താഴ്വരയിൽ ഹല്ലേലൂയ ആമേൻ ഇപ്പം മരണപ്പെട്ടതുണ്ട്. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുൻപേ മരണപ്പെട്ടതുണ്ട്. വർഷങ്ങളായിട്ട് അവിടെ കിടക്കുന്നതുണ്ട്. ഇതിനകത്ത് പലതും കഴുകനും പരുന്തുമൊക്കെ കൊത്തിവലിച്ച് അവിടെയും ഇവിടെയുമായിട്ട് കൊണ്ടുപോയതുണ്ട്. ഹല്ലേലൂയ. അല്ലെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾ വന്നിട്ട് ആമേൻ ഇതിനെ കടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആമേൻ ആകെക്കൂടെ ബന്ധം വേർപെട്ട് ഹല്ലേലൂയ മേളിൽ നിന്ന് താഴോട്ട് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ പൊട്ടിപ്പോയിട്ടുള്ള അസ്ഥികൾ കാണും. ഹേ രബി അനശ്വര. ചിലതൊക്കെ മറ്റ് സാധനങ്ങളൊക്കെ തിന്ന് പോയത് കാണും. ഹേ ലബാ റഖ എലസി കനാദനക്ഷരാജലുതുരകന. ഹല്ലേലൂയ. അങ്ങനെയുള്ള അസ്ഥികളെ നോക്കിയിട്ട് ആമേൻ ഒരു മാനുഷികമായിട്ടുള്ള ആ ഒരു വ്യക്തിയെ ഹർബി അനശ്വര ഗതവസ്ഥയെ റിഗല ഹസ്തരാജില ഒരു പ്രവാചകനെ കൊണ്ട്
കൊണ്ടുവന്ന് അതിൻ്റെ മധ്യത്തിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ലീഗബാനശ്വരഗതവസ്ത്ര. അവൻ നമുക്ക് ഉത്തരം പറയാനില്ല. നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയാണ് ഈ അസ്ഥികൾ കാണിക്കുന്നത്. എല്ലാം അവസാനിച്ച ഒരു മേഖലയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രേഖബാനശ്വര. അങ്ങനെയുള്ള ഒരു താഴ്വരയിലേക്കാണ് ഒരു പ്രവാചകനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, എനിക്കറിയത്തില്ല കർത്താവേ, നിനക്കറിയാം. ചോദ്യം ചോദിച്ചവന് അതിൻ്റെ ഉത്തരവും നല്ലതുപോലെ അറിയാമെന്ന് പ്രവാചകൻ അറിയാവുന്നത് കൊണ്ട് ഹല്ലേലൂയ, പ്രവാചകൻ പറയുകയാണ്, നിനക്കറിയാമല്ലോ ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ പ്രവാചകനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുകയാണ്, നീ ഈ അസ്ഥികളോട് പ്രവചിക്കണം. ആരോട് പ്രവചിക്കണം? ഉണങ്ങിക്കിടക്കുന്ന, പൊട്ടിക്കിടക്കുന്ന, ബന്ധം വേർപെട്ട് കിടക്കുന്ന, ഹല്ലേലൂയ, ആരാന്നോ ഏതാന്നോ ഏത് ജാതിയോ വർഗമോ നിറമോ ഒന്നും അറിയാത്ത ഈ അസ്ഥികളോട് നീ പ്രവചിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് പ്രവാചകനോട് കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ്. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ. ഉണങ്ങിക്കിടക്കുകയാണ്. നമുക്കറിയാം, ഒരു വിറകൊക്കെ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പൊടിഞ്ഞു പോകും. ഹല്ലേലൂയ. രക്തം ജയമെടുക്കട്ടെ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. അതിനകത്ത് ജീവന്റെ അടയാളം എന്ന് പറയുന്ന ഒരു സംഗതിയും അവിടെ ഇല്ല. രക്തം ജയമെടുക്കട്ടെ. ഇവിടാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം ഇറങ്ങുന്നത്. മനുഷ്യൻ അവസാനമെന്ന് തോന്നുന്ന ഇടത്ത് ദൈവത്തിന് ഒന്ന് തുടങ്ങുവാനായിട്ടുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ദൈവവചനം നമ്മളോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. എവിടെയാണോ നീ അവസാനിച്ചതെന്ന് നിനക്ക് തോന്നുന്നത്, അവിടെ ദൈവത്തിന് പുതിയ ഒന്നിൻ്റെ ആരംഭം കുറിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് തകർന്ന ബന്ധങ്ങളുണ്ട്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്. പരാജയപ്പെട്ടു പോയിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ട് കൈമോശം വന്നു പോയിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഇടത്തേക്ക് സ്തോത്രം, ദൈവവചനം ഒരു പ്രവചനമായിട്ട് എത്തുകയാണ്. ഉണങ്ങിയ അസ്ഥികളെ നോക്കിയിട്ട് നീ പ്രവചിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കിയിട്ട് ഇന്നും ഈ ദൈവവചനത്തിന് പലതും ചെയ്യുവാനായിട്ട് കഴിവുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവചനത്തിന് ഇതിനെയെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് വചനം ഇവിടെ നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. റോമർ 4:17 പറയുന്നു, ഇല്ലാത്തവയെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. ഹല്ലേലൂയ. ഇല്ലാത്തവയെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഈ താഴ്വരയ്ക്കകത്ത് കിടക്കുന്നത് വ്യത്യസ്ത നിറത്തിലും ജാതിയിലും സ്തോത്രം വിഭാഗങ്ങളിലും ഒക്കെപ്പെട്ട ആളുകളുടെ അസ്ഥികളാണ്. അത് ബന്ധങ്ങൾ വേർപെട്ടതാണ്, പോയതാണ്. അതിൻ്റെയൊക്കെ ചില അംശങ്ങൾ മാത്രമേ ഇനി അവിടെ കാണത്തുള്ളൂ. സ്തോത്രം. ഇങ്ങനെ ടോട്ടലി ഇനി ഒന്നും അതിൻ്റെ മേൽ ഹല്ലേലൂയ അല്ലെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ആണെന്നറിയാമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് എടുത്തു വെച്ച് നമുക്ക് ഒട്ടിച്ചു വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയാം. ഹല്ലേലൂയ. ഇതുപോലെ കൂമ്പാരമായിട്ട് കിടക്കുമ്പോൾ ആരുടെയാണെന്നോ ഏതാണെന്നോ ഹല്ലേലൂയ ഒന്നും അറിയാൻ വയ്യാത്ത നിലവാരത്തിൽ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ പ്രവാചകനോട് പറയുകയാണ്, നീ ഈ അസ്ഥികളോട് പ്രവചിക്കണം. ഹല്ലേലൂയ. എന്ത് പ്രവചിക്കണം? അല്ലയോ ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ദൂതാണിത്. നിങ്ങൾ ദൈവവചനം കേൾക്കണം. നിങ്ങൾ ജീവിക്കുവാനായിട്ട്, നിങ്ങൾക്ക് പുതുശക്തി ലഭിക്കുവാനായിട്ട്, സ്തോത്രം, നിങ്ങൾക്ക് പുതിയ ജീവൻ
സ്ഥാപിക്കുവാനായിട്ട് ആമേൻ സ്തോത്രം ഉണങ്ങിയിരിക്കുന്ന, തകർന്നിരിക്കുന്ന, ഹല്ലേലൂയ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന, ആമേൻ സ്തോത്രം ഹല്ലേലൂയ എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് പറയുവാനായിട്ടുള്ളത്, ഹല്ലേലൂയ ഉണങ്ങിയ ആസ്തികളെ, ഹല്ലേലൂയ യഹോവയുടെ വചനം നിങ്ങൾ കേൾപ്പീൻ. ആമേൻ സ്തോത്രം. നമുക്കിന്ന് എല്ലാത്തിനും സമയമുണ്ട്. ഹല്ലേലൂയ ഈ വചനം വായിക്കുവാനോ ആമേൻ ഇത് അല്പസമയം സ്വസ്ഥമായിട്ട് ആമേൻ മനസ്സിനകത്ത് കയറത്തക്ക നിലവാരത്തിൽ കേൾക്കുവാനോ ആയിട്ടുള്ള ആമേൻ ഒരു സമയം നമുക്കില്ല. ഗബീശ്വര ഗതവസ്തര നിരവധിയായിട്ടുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കുന്നെങ്കിലും അത് കേൾക്കുന്നത് ഗ്രഹിക്കാതെ വേണ്ട, ഹല്ലേലൂയ നല്ല നിലത്ത് വീഴാതെ അത് മാറിപ്പോവുകയാണ്. ആമേൻ ഇവിടെ ഒത്തിരി വ്യവസ്ഥകൾ പറയുകയാണ്. ആമേൻ ഈ കമ്പ് പോലൊക്കെ ഇരിക്കുന്ന അസ്ഥികൾ മാത്രമായതുകൊണ്ട് കാര്യമില്ലല്ലോ. ആമേൻ സ്തോത്രം. അതേ എന്തൊക്കെ വേണം? ഹല്ലേലൂയ മാംസം വെക്കണം, ഞരമ്പ് വെക്കണം, ഹല്ലേലൂയ തൊക്ക് വെക്കണം, ഹേരിബി അനശ്വര ഗതവസ്തരാജലധുരകന, ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇങ്ങനെ ഒത്തിരി പ്രക്രിയയുണ്ട്. നമ്മൾ നമ്മുടേതുപോലെ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതെല്ലാം വെച്ചാലും അകത്തിരിക്കുന്ന ഓർഗൻസ് എല്ലാം ആകണമല്ലോ. ഹർബി അനശ്വര ഗതവസ്തേ റിഗലഹസ്തരാജലധുരകന. അപ്പോൾ പുറമേ ഇതെല്ലാം വെച്ചു, അപ്പോൾ പുറം ഭാഗമെല്ലാം മിനുക്കുപണികൾ കഴിഞ്ഞു. ഹിർബി അനശ്വര അകവശം, ഹല്ലേലൂയ എന്തെല്ലാം നമ്മുടെ അകത്തിരിക്കുന്നു അതെല്ലാം അവിടെ സ്ഥാപിതമാക്കപ്പെടുകയാണ്. ആമേൻ സ്തോത്രം. അവൻ്റെ വചനത്താൽ ഉളവായതാണ്. റഹീം അനശ്വര ഗതവസ്തരാതിൽ ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുകയും, ഹേരബാനശ്വര ഗതവസ്തരാതിൽ തുരകന അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. റേഖാബാന സന്ദരാജല ദൂരകന, ഹല്ലേലൂയ. അപ്പോൾ ഈ ഉള്ള പ്രക്രിയ മുഴുവൻ കഴിഞ്ഞു. ഹെല്ലഗാന സന്ദേരികലഹസ്തരാജല ദൂരകന അസ്ഥിയോട് പ്രവചിക്കുവാണ്. ഹല്ലേലൂയ ആര്? പ്രവാചകൻ. ഹാരബാന ശന്തരാജല ദൂരകന, ഹല്ലേലൂയ. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ദൈവം പറഞ്ഞതായതുകൊണ്ട് പ്രവാചകന് ഒരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ ഒരിക്കലും ഇത് പരാജയപ്പെടത്തില്ല. കർത്താവ് പറഞ്ഞതുപോലെ അങ്ങ് ഞാൻ പറഞ്ഞേക്കാം. ഹല്ലേലൂയ ഇത് ഞാൻ പരാജയപ്പെടത്തില്ല, ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളൊരു ഉറപ്പ് ഈ പ്രവാചകനുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ഇങ്ങനെ ദൈവം ആവശ്യപ്പെടുന്നതുണ്ടെങ്കിൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നടക്കട്ടെ, സംഭവിക്കട്ടെ, ഇതൊക്കെ നമുക്ക് പറയുവാനായിട്ട് മടിയാണ്. കാരണം റബാശര ഗതവസ്തരാജല തുരകന നമ്മുടെ കൂടെ കാണപ്പെട്ട നിലവാരത്തിൽ ഒരു ദൈവമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവമെന്ന് പറയുന്ന അറിവ് വളരെ പരിമിതമായതുകൊണ്ട് റേഖബാന ശന്തരാജിൽ നമ്മൾ മാറി നിൽക്കും. ആ സ്ഥലത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രവാചകൻ ദൈവം പറഞ്ഞത് തന്നെ പറയുകയാണ്, അസ്ഥികളോട് പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ അത് പ്രവാചകന്റെ സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൻ്റെ വചനത്താൽ. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ ശക്തിയാൽ. റേഖബാനശ്വര ഗതവസ്തരാജല ദുരകന, ഹല്ലേലൂയ അസ്ഥികളോട് പ്രവചിക്കുമ്പോൾ അസ്ഥികൾ തമ്മിൽ ചേരുകയാണ്, നാഡികളും മാംസവും വരികയാണ്, അതിനെ തൊക്കുകൊണ്ട് മൂടുകയാണ്. റഖാബാന സന്ദരാജല ദുരകന, ഹല്ലേലൂയ രക്തം ജയമെടുക്കട്ടെ. അപ്പോൾ ഈ അസ്ഥികൾ വിവിധ ദേശങ്ങളിലുള്ളതായിരിക്കട്ടെ, അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് മാറി പട്ടിയും മൃഗങ്ങളും ഒക്കെ കടിച്ചെടുത്തോണ്ട് പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ എവിടെയാണോ ഹല്ലേലൂയ അതിനെയൊക്കെ വിളിച്ച് ചേർത്ത് ഹർബി അനശ്വര ഒന്നാക്കുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ അറിയണം. ഹേരബനശ്വര ഗതവസ്തരാജല തുരകന. ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനം പ്രത്യാശ നൽകുന്നതാണെന്ന് ഇവിടെ ഈ വചനത്തിൽ കൂടെ നമ്മളോട് നമുക്കൊരു നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാനായിട്ട് ഈ വചനം നമുക്കൊരു പ്രതീക്ഷ നൽകുകയാണ്. ഹല്ലേലൂയ നമ്മുടെ ബലഹീനതകളിൽ ഈ വചനം നമുക്ക് ശക്തി നൽകുകയാണ്. ഹ്രീബനശ്വര ഗതവസ്ത്ര നമ്മുടെ മരിച്ചു കിടക്കുന്ന, മന്ദീഭവിച്ച് കിടക്കുന്ന, ഹല്ലേലൂയ അല്ലെങ്കിൽ തണുത്തുറഞ്ഞു പോയതായിട്ടുള്ള ആമേൻ സ്തോത്രം ആത്മീയ ജീവിതത്തെ പുതുക്കുവാനായിട്ട്
ഈ വചനത്തിന് കഴിയുമെന്ന് ദൈവവചനം ഇവിടെ ഉറപ്പ് നൽകിയാണ്. റെക്കി വനസീത രകനഹസ്തരാതിൽ ദുരകന. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം ത്വക്കും ശരീരവും അസ്ഥിയും എല്ലാം ചേർന്നു, അകത്തുള്ള ഓർഗൻസും എല്ലാം ഉണ്ടായി. പക്ഷെങ്കിൽ നമ്മളിപ്പം മരിച്ച് നമ്മൾ ഒരാളെ അടക്കുക അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി കിടക്കുന്നത് പോലെ ശ്വാസമില്ലാതെ കിടക്കുകയാണ്. റെക്കി വനശ്വര ഗതവസ്തരാതിൽ ദുരകന. ഈ ശ്വാസമെന്ന് പറയുന്ന സാധനം കൂടെ വന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തി എഴുന്നേറ്റ് നടക്കുകയും ഹല്ലേലൂയ പിന്നെ അവൻ ജീവനിലേക്ക് മടങ്ങി വരികയും ചെയ്യത്തുള്ളൂ. റീഖബാന ശന്തരാജലുതുരകന ഹസ്ത ക്രൗഡരീ ജനാദനക്ഷരാജലുതുരകന. ആമേൻ സ്തോത്രം. അസ്ഥിയോട് ചേർന്നു. ആമേൻ സ്തോത്രം. ഞരമ്പും മാംസവും വന്നു, ത്വക്ക് പൊതിഞ്ഞു. ആമേൻ ശ്വാസമില്ലായിരുന്നു. ആമേൻ ഹേ ഗബാലകന ഹസ്തരാജ. അപ്പോഴാണ് പറയുന്നത് കാറ്റിനോട് പ്രവചിക്ക. ഹല്ലേലൂയ. ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുവ. ലക്കബന സീതരഹനഹസ്തരാജലുതുരകന. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശ്വാസമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസം നമുക്ക് ജീവൻ നൽകുന്നതാണ്. ഹറിബി അനശ്വര ഗതവസ്തരാജലുതുരകന. ശരീരമുണ്ടെങ്കിലും അവൻ ശ്വാസം വരുന്നത് വരെ അത് ജീവനില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഈ യെഹെസ്കേൽ പ്രവചനം 37:14 ആമൻ പറയുന്നുണ്ട്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ആ ജീവശ്വാസം നമ്മളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മൾ ജീവനുള്ള ദേഹിയായിട്ട് മാറത്തുള്ളൂ. രക്തം ജയമെടുക്കട്ടെ. ഞാൻ പലപ്പോഴും ആലോചിക്കുക, എല്ലാവരും പറയും ഹല്ലേലൂയ അങ്ങോട്ടെടുക്കുന്ന ശ്വാസം ഇങ്ങോട്ടെടുക്കാനായിട്ട് കഴിവില്ല, അങ്ങനെ നിന്നു പോകുമെന്നൊക്കെ പറയും. അപ്പോൾ ശ്വാസം എന്ന് പറയുന്നത് ഹല്ലേലൂയ ആമേൻ നമ്മൾ പറയും ഓക്സിജനാണ് ശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാറ്റെന്ന് പറയുന്നത് അല്ല വായു എന്ന് പറയുന്നത് അല്ലെ ഓക്സിജൻ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുണ്ട്, നമ്മൾ മേപ്പോട്ട് വലിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ മരിക്കത്തില്ല. രക്തത്താൽ ജയം. ഹറബിയനശ്വര ഗതവസ്തരാജലുതുരകന. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഇതിനെ ശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്വാസമെന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റെന്തോ ആണെന്ന് ആമേൻ ദൈവവചനം നമുക്ക് അതൊരു ഉറപ്പ് തരികയാണ്. നമ്മളിപ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ച് നമ്മൾക്ക് ഒരാൾക്ക് ശ്വാസം കൊടുക്കുന്നു, അല്ലെ വെന്റിലേറ്റർ ഒരാളെ ഇടുന്നു. ആമേൻ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവരുടെ ശ്വാസം നിന്നു എന്ന് വെന്റിലേറ്റർ ഇട്ട ആൾക്കാരെ കുറിച്ചും ആമേൻ പിന്നെ ഡോക്ടേഴ്സും നമ്മളോട് പറയും ഹല്ലേലൂയ പോയി ഡെഡായി ഹല്ലേലൂയ അല്ലെ വെന്റിലേറ്റർ ഊരുകയാണ് കഴിഞ്ഞു എന്ന്. അപ്പം കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നതും അല്ല ആമേൻ നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലാക്കും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ ആമേൻ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഹേറബനശ്വര ഗതവസ്തരാജലുതുരകന. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഈ വചനം നമ്മളോട് സംസാരിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടു പോയത്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയത്, ആമേൻ സ്തോത്രം എല്ലാം സ്റ്റോപ്പായത്, ആമേൻ പുനർജീവിപ്പിക്കുവാനായിട്ട് കഴിവുള്ള ഒരു ദൈവം എനിക്കും നിനക്കും മധ്യത്തിലുണ്ട് എന്ന് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നു. റേഖബാനശ്വരഗർഭസ്ഥര. മനുഷ്യൻ അസാധ്യമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് അസാധ്യമെന്ന വാക്കില്ല. ആമേൻ മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്നതിനെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. റേഖബാനശ്വരഗർഭസ്ഥരാജലതുരകന. ഹല്ലേലൂയ. ദൈവ പൈതലേ ആമേൻ സ്തോത്രം. നീ ഇന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ ഇരിക്കുന്നത്? ആമേൻ സ്തോത്രം. നീ ഉണങ്ങിപ്പോയ അവസ്ഥയിലാണോ ഇരിക്കുന്നത്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നീ ജീവിതത്തിൽ എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ടില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യയുടെ വക്കിലാണോ ഇരിക്കുന്നത്? ആമേൻ നിന്റെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പായി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ കരഞ്ഞ് വിലപിച്ചിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്.
റെഖബാനശ്വര ഗദവസ്തരാജല തുരകന യഹോവയുടെ വചനത്താൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ പുതുക്കി പണിയപ്പെടും. ഹല്ലേലൂയ നീ പുതിയ സൃഷ്ടിയായിട്ട് മാറും. പുതിയ ജീവൻ ഞാൻ നിന്നിലേക്ക് പകരും. റെഖബാനശ്വര ഗദവസ്തരാജല തുരകന ഹല്ലേലൂയ നിന്നെ സകലവും ആമേൻ പുതുതാക്കി മാറ്റുന്ന ദൈവ പ്രവൃത്തി ദൈവവചനത്താൽ സാധ്യമാകുമെന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു. ആമേൻ സ്തോത്രം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടന്ന അസ്ഥികൾ മേലെ ആമേൻ സ്തോത്രം പുതിയ പ്രതീക്ഷകളെ കൊണ്ട് അവരെ ഒരു മഹാസൈന്യമാക്കി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ ചത്തേ ചണഞ്ഞെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഉണങ്ങിയും പൊട്ടിയും മുറിഞ്ഞും ഹല്ലേലൂയ പൊടിഞ്ഞുമൊക്കെ പോയി കിടക്കുന്ന അസ്ഥികൾ പൂർവാധികം ശക്തിയോടുകൂടെ എഴുന്നേറ്റ് നിന്ന് യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന വീരന്മാരെ പോലെ അവർ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ വ്യക്തിയാണോ നിങ്ങൾ? ഹല്ലേലൂയ എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണ്. രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുകയാണോ? മരിക്കത്തക്ക രോഗമാണ് നിനക്കെന്ന് പറഞ്ഞ് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ഭടനായിട്ട് നിൽക്കുവാൻ തക്കവണ പുതുശക്തി നിന്നിലേക്ക് പകർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നിലേക്ക് പകർന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം എനിക്കും നിനക്കും മധ്യത്തിൽ ഉണ്ട് എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കണം. ഹല്ലേലൂയ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ ഈ വചനം ജീവിപ്പിക്കുന്നതാണ്. ഈ വചനം ജീവൻ നൽകുന്ന വചനമാണ്. വചനത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ പ്രവർത്തികൾ ഇന്നും നടക്കുവാനായിട്ട് ആമേൻ ഇതിന് കഴിവുണ്ട് എന്ന് ഈ വചനം നമ്മെ നിരന്തരം ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? ആമേൻ ജീവിതത്തിൽ ആമേൻ കഷ്ടതകളും പ്രയാസങ്ങളും അതുപോലെയുള്ള അടിക്കടിയുള്ള ശോധനകളും നമ്മുടെ ജീവിതമാകുന്ന പടകിനെ മുക്കിക്കളയുവാനായിട്ട് ഹല്ലേലൂയ ആമേൻ ഇനി തല മാത്രം കൂടെ മുങ്ങാനുള്ള കഴുത്തോളം മുങ്ങി വെള്ളത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് ആമേൻ നീന്തി കയറി വാ തുഴഞ്ഞു കയറി എന്നൊക്കെ പറയുമ്പോൾ ആമേൻ അവന് പിടിച്ചു കയറുവാനായിട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലുമില്ലാതെ പകച്ചു നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പണിതെടുക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് ആമേൻ പകൽക്കാലം വചനം നമ്മളോട് സംസാരിക്കുകയാണ്. ഒരുപാട് ഹല്ലേലൂയ വേദപുസ്തകം മുഴുവനും വായിച്ചു തീർത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ സായുജ്യമടയാമെന്ന് അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ എടുക്കുന്ന വചനം ഏത് വചനമാണോ ഒരു വാക്യം മതി. ആ വചനത്തിന് നിന്നെ പണിയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് തീരുന്ന അവസരങ്ങൾ ഉണ്ട് എന്ന് വചനം നമ്മളോട് സംസാരിക്കുകയാണ്. ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഈ മനുഷ്യൻ തരുന്ന ശ്വാസമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുമെന്ന് ദൈവവചനം ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കുകയാണ്. ലേഖബാനശ്വര ഗദവസ്തേ റിഗലഹസ്തരാജല വെന്റിലേറ്ററുകൾക്ക് കഴിയാത്തത്, ഓക്സിജൻ സിലിണ്ടറുകൾക്ക് കഴിയാത്തത് ആമേൻ സ്തോത്രം കാട്ടിൽ പോയി ഫ്രഷ് ഓക്സിജൻ ആമേൻ ശ്വസിക്കാമെന്ന് പറഞ്ഞ് ആമേൻ അങ്ങനെ പോകുന്നവരുണ്ട്. ഹല്ലേലൂയ ഇതിനൊന്നും കഴിയാൻ പറ്റാത്തത് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിങ്ങളിനി തളർന്നു കിടക്കത്തില്ല, നിങ്ങളിനി ഒടിഞ്ഞു തൂങ്ങി ഇരിക്കത്തില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിങ്ങളിനി നിഷ്ക്രിയരായിട്ട് ഇരിക്കത്തില്ല. ആമേൻ യഹോവയുടെ വചനം ഊതിക്കഴിച്ചതാ. ആമേൻ ഇത് കാലുകൾക്കും ശരീരാത്മ ദേഹികൾക്കും ബലം പകരുന്നതാ. ആമേൻ കണ്ണുനീരുകളെ തുടച്ചു മാറ്റുന്നതാ, വേദനകളെ ഇല്ലാതാക്കുന്നതാ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട പ്രതീക്ഷ
ശുശ്രൂഷകൾക്ക് പുതുജീവൻ തന്ന ഹല്ലേലൂയ ആമേൻ സ്തോത്രം, നിന്നെ താഴ്ത്തിയവരുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തി നിൽക്കുമാറാക്കുന്ന ഈ ദൈവകൃപ ഹറബി അനശ്വര ഗതവസ്ത്ര അനുഭവിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? ആമേൻ സ്തോത്രം. അങ്ങനെയുള്ളവര് ദൈവവചനവുമായിട്ടൊന്ന് മല്ല് പിടിക്കാനായിട്ടൊന്ന് തയ്യാറായേ. വചനത്തിന്റെ ശക്തി ആമേൻ സ്തോത്രം അനുഭവിച്ചറിയുവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? ആണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവവചനവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തേ. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം ആമേൻ നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ഒരു പ്രവാചകനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാ മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആമേൻ ഇതിൻ്റെ ഒന്നും പൊരുളുകളൊന്നും തിരിച്ചറിയുവാനായിട്ട് സാധിക്കത്തില്ല. ഒരാളുടെ അടുക്ക കൊണ്ട്, ഒരു മരിച്ച മൃതദേഹത്തിൻ്റെ അടുക്ക കൊണ്ട് ജീവിക്കുമോ ഇതിനോട് പ്രവചിച്ച് പറയുക എന്നൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ 4 വഴിയായിട്ട് ഓടിപ്പോകും. കാരണം ആമേൻ എത്ര ദൈവമാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാടും നിൽക്കുന്ന മനുഷ്യരെയാണ് നോക്കുന്നത്. നടന്നില്ലേൽ എന്ത് ചെയ്യും? രക്തം ജയമെടുക്കട്ടെ. എന്നാൽ ദൈവവചനത്തിന് ചെവി കൊടുക്കുന്ന ഒരു പ്രവാചകന്റെ മുൻപിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും ആമേൻ കാണുവാനും കേൾക്കുവാനുമായിട്ട് ഇടയായിത്തീർന്നുവെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവജനമേ ഹല്ലേലൂയ, ഉണങ്ങിപ്പോയ അസ്ഥിയുള്ള ആ അസ്ഥികളുടെ അവസ്ഥയിലാണോ ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത്? ആമേൻ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ കർത്താവേ വചനത്താൽ എന്നെ ഒന്ന് പുതുക്കണമേ എന്ന് നമുക്കൊന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഹല്ലേലൂയ. എൻ്റെ ഉണങ്ങിയ അസ്ഥികളിലേക്ക് കർത്താവേ നിൻ്റെ പുതുജീവനെ ഒന്ന് പകരണം കർത്താവേ. ആമേൻ സ്തോത്രം. എൻ്റെ വേദനയുള്ള ഭാഗങ്ങളിലേക്ക് കർത്താവേ നിൻ്റെ ആ ആണിപ്പാടുള്ള കരത്തെ ഒന്ന് വയ്ക്കണമേ. ആമേൻ ഒന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാണോ? ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നാളിതുവരെയായിട്ട് ഞാൻ അനുഭവിക്കുന്ന ആമേൻ ഈ ദുരിത കയത്തിൽ നിന്ന് എൻ്റെ കർത്താവേ നിൻ്റെ വചനത്തിന് എന്നെ കരകയറ്റുവാനായിട്ട് കഴിയുമെന്ന് ആമേൻ വിശ്വസിച്ചുകൊണ്ട് ഈ വചനവുമായിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ ആമേൻ ഉണങ്ങിയ അസ്ഥികൾ ബന്ധം യോജിച്ച് ഹല്ലേലൂയ മാംസവും ത്വക്കവും ഞരമ്പും ഹല്ലേലൂയ ജീവനും ഒക്കെ പ്രാപിച്ച് ഹല്ലേലൂയ ആമേൻ മഹാസൈന്യമായിട്ട് അവരെഴുന്നേറ്റ് നിന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടൊക്കെയാണോ നമ്മൾ പരാജയപ്പെട്ടത്, നമ്മുടെ ശവക്കുഴിയിൽ നിന്ന് നമ്മെ കയറ്റുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് കഴിയും. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വലിയ സൈന്യമായിട്ട് ആമേൻ സ്തോത്രം കർത്താവെ ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ ബലഹീനമായ കാലുകളിലേക്ക്, ബലഹീനമായ കരങ്ങളിലേക്ക്, എൻ്റെ ബലഹീനമായ ഈ ശരീരത്തിലേക്ക് കർത്താവേ നിൻ്റെ ശക്തി പകരണം കർത്താവേ. ബനശ്വർ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണം കർത്താവേ. എൻ്റെ ഉണങ്ങിപ്പോയ എല്ലാ അവസ്ഥകളിന്മേലും ആമേൻ സ്തോത്രം പുതിയ നാമ്പുകളെ തളിരിടുവാൻ തക്കവണ്ണം നിൻ്റെ പ്രവൃത്തി തികച്ചെടുക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.